നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽ ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ഏലച്ചെടികൾക്ക് തണലൊരുക്കൽ തുടങ്ങി. മുൻ വർഷത്തെ കൊടും വരൾച്ചയേൽപ്പിച്ച കൃഷിനാശവും ഇതേ തുടർന്നുണ്ടായ വൻ സാമ്പത്തിക നഷ്ടവും ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പ്രതിരോധമൊരുക്കി കർഷകർ. ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ പച്ചനെറ്റുകൾ വിരിച്ചു തുടങ്ങി. ലോഡ്ജ് മുറിയിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ കുമളി പോലീസ് പിടികൂടി. അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശികളായ പ്രജിത്ത്, കാർത്തിക് എന്നിവർ. കേസിനാസ്പദമായ സംഭവം നടന്നത് ഫെബ്രുവരി 11 യന്ത്രസഹായത്താൽ നോട്ട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വാഴത്തോപ്പിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയ കേസിൽ രണ്ടാം പ്രതിയെയും തട്ടിപ്പിന് ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് വിരുദനഗർ മല്ലിയുള്ളൂർപ്പെട്ടി അയ്യനാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്നും. ആരോഗ്യവകുപ്പിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ മെഗാ സ്ക്രീനിംഗ് ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം പരിപാടിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. ക്യാൻസർ എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ. പരിപാടിയുടെ ഭാഗമായി കളക്ടറേറ്റിലെ വനിതാ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനയും നടത്തി. വിശദമായ വാർത്തകൾ. വേനൽ ആരംഭിച്ചതോടെ ഹൈറേഞ്ചിൽ ഏലച്ചെടികൾക്ക് തണലൊരുക്കൽ തുടങ്ങി. മുൻവർഷത്തെ കൊടും വരൾച്ചയേൽപ്പിച്ച കൃഷിനാശവും ഇതേ തുടർന്നുണ്ടായ വൻ സാമ്പത്തിക നഷ്ടവും ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പ്രതിരോധമൊരുക്കുകയാണ് കർഷകർ. ഹൈറേഞ്ചിലെ തോട്ടങ്ങളിലെല്ലാം പച്ചനെറ്റുകൾ വിരിച്ചു തുടങ്ങി. മരത്തണൽ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെടികളിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ പച്ച നിറത്തിലുള്ള നെറ്റ പന്തൽ പോലെ വലിച്ചു കെട്ടി സംരക്ഷണം ഒരുക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഹൈറേഞ്ചിലെ ചെറുകിട വൻകിട തോട്ടങ്ങളിലെല്ലാം തണലൊരുക്കൽ പുരോഗമിക്കുകയാണ്. ഒരു പതിറ്റാണ്ടായി കർഷകർ ഇത്തരത്തിൽ കൃത്രിമ തണൽ ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഏത് പ്രദേശത്തൂടെ, ഇടുക്കി ജില്ലയിലെ ഏത് പ്രദേശത്തിലൂടെ യാത്ര ചെയ്താലും മൊത്തം പച്ചനെറ്റ് ഏലത്തിന് മുകളിൽ വലിച്ച് കൃഷിയെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. നമുക്കറിയാം, ഒരു ഏക്കർ സ്ഥലത്ത് പച്ചനെറ്റ് ഉപയോഗിച്ച് തണൽ ലഭ്യമാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നെറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അത് കർഷകർ പണയം വെച്ചും പലിശയ്ക്ക് പണം വാങ്ങിച്ചൊക്കെയാണ് ഈ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പച്ചനെറ്റ് നിലവിൽ വാങ്ങിച്ച് കൃഷിയിടത്തിൽ വലിച്ചു കെട്ടുന്നത്. പക്ഷേ ഇതുകൊണ്ട് അധികം പ്രയോജനം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ചൂടിനെ ഒരു പരിധി കൂടുതൽ പ്രതിരോധിക്കാൻ പച്ചനെറ്റിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ വർഷം ഏലകൃഷി നടത്തുന്ന കർഷകർ വളരെ ആശങ്കയിലാണ്. മഴയൊക്കെ വരുന്ന നാളുകളിൽ പെയ്തില്ലെങ്കിൽ തങ്ങളുടെ ഉപജീവനമാർഗം ഇല്ലാതാകുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇടുക്കി ജില്ലയിലെ എല്ലാ കർഷകരും. ഈ സീസണിൽ 1 മാസം മുമ്പേ തണലൊരുക്കുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. വേനൽ രൂക്ഷമായാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഒരേക്കർ സ്ഥലത്ത് നെറ്റ് ഉപയോഗിച്ച് തണലൊരുക്കാൻ 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാകും. 10 അടി വീതിയും 50 മീറ്റർ നീളവുമുള്ള ഒരു റോൾ നെറ്റിന് 1000 മുതൽ 2600 രൂപ വരെയാണ് വില. ഇപ്പോൾ 20 അടി വീതിയിലും 4000 രൂപ വരെ വിലയുള്ളതുമായ നെറ്റുകളും വിപണിയിലുണ്ട്. ഗുണനിലവാരമുള്ളവ 7 മുതൽ 10 വർഷം വരെ ഉപയോഗിക്കാം. 40 മുതൽ 70% വരെ സുതാര്യതയുള്ള നെറ്റുകളും ലഭ്യമാണ്. മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നെറ്റ് വലിച്ചു കെട്ടാൻ പൈപ്പോ മരത്തിന് തൂണോ സ്ഥാപിക്കണം. ഗ്രാൻഡീസ് മരങ്ങളുടെ തൂണുകളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കയർ, കമ്പി, തൊഴിലാളികളുടെ കൂലി തുടങ്ങിയ മുതൽമുടക്കും ഏറെയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ വൻ കൃഷിനാശമാണ് കർഷകരെ ഇക്കുറി നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾക്ക് സജ്ജമാക്കിയത്. അതോടൊപ്പം ഇത്തവണ വേനൽ മഴയുടെ ലഭ്യതയും കുറവായിരിക്കുമെന്നാണ് നിഗമനം. ഇതോടെ തോട്ടങ്ങളിൽ കർഷകർ ജലസേചനവും ആരംഭിച്ചു കഴിഞ്ഞു. ലോഡ്ജ് മുറിയിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ കുമളി പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശികളായ പ്രജിത്ത്, കാർത്തിക് എന്നിവരാണ് പിടിയിലായത്. ഫെബ്രുവരി 11 കേസിനാസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ അർണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് ഫെബ്രുവരി 11 വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി. പിന്നീട് വീട്ടിലേക്ക് വരുന്നതിന് പകരം യുവതിയെ റോസാപ്പൂക്കണ്ടത്തിലെ ലോഡ്ജിൽ എത്തിച്ചു. ഈ സമയം മുറിയിൽ കാർത്തിക് ഉണ്ടായിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് എതിർത്ത പെൺകുട്ടിയെ അടിച്ചു പരിക്കേൽപ്പിച്ചു. തുടർന്ന് പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. ഈ സമയം കൂട്ടാളിയായ കാർത്തിക് വീഡിയോ പകർത്തി. തുടർന്ന് ഇയാളും ശാരീരികമായി ഉപയോഗിച്ചു. തുടർന്ന് പെൺകുട്ടിയെ കുമളിയിൽ നിന്നും അരണക്കല്ലിലെ വീട്ടിലെത്തിച്ചു. സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എസ്റ്റേറ്റ് തൊഴിലാളികളായ പ്രതികൾ 2 പേരും തിരികെ ജോലിയിലേക്ക് മടങ്ങി. എന്നാൽ ഇവർ എടുത്ത വീഡിയോ പെൺകുട്ടിയുടെ വീട്ടുകാരെ അടക്കം കാണിച്ച് പോലീസിൽ പരാതി നൽകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും മാതാപിതാക്കളും കുമളി പോലീസിൽ പരാതി നൽകിയത്. ഒന്നാം പ്രതിയായ പ്രജിത്തിനെ മധുരയിൽ വെച്ചാണ് കുമളി പോലീസ് പിടികൂടിയത്.
രണ്ടാം പ്രതി കാർത്തികിനെ കർണാടകത്തിൽ നിന്നുമാണ് പിടികൂടിയതെന്നാണ് വിവരം. കുമളി സർക്കിൾ ഇൻസ്പെക്ടർ സുജിത് PS, സബ് ഇൻസ്പെക്ടർ അനന്തു, ASI സുബൈർ, CPO സലിൽ രവി, സാദിഖ്, മാരിയപ്പൻ, ശ്രീനാഥ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. യന്ത്രസഹായത്താൽ നോട്ട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വാഴത്തോപ്പിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയ കേസിൽ രണ്ടാം പ്രതിയെയും തട്ടിപ്പിന് ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് വിരുദനഗർ മല്ലിയുള്ളൂർപ്പെട്ടി അയ്യനാറിനെയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി മുരുകൻ ഇപ്പോഴും ഒളിവിലാണ്. അയ്യനാരാണ് തട്ടിപ്പിനുള്ള നോട്ടുകെട്ടുകളും മറ്റ് സംവിധാനങ്ങളും ക്രമീകരിക്കുന്നത്. പ്രതികൾ ഇത്തരത്തിൽ സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. അയ്യനാരുടെ പേരിൽ നിലവിൽ 18 തട്ടിപ്പ് കേസുകൾ വേറെയുമുണ്ട്. ഇവരുടെ കേസുകൾ വാദിക്കുന്നതിന് സ്ഥിരം വക്കീലും ഇടപാടുകാരുമുണ്ട്. അയ്യനാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ വക്കീലും ഇയാളുടെ മക്കളും മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്ന് ഇടുക്കിയിലെത്തി. കേസിലെ മൂന്നാം പ്രതി സിറാജുദ്ദീൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഒന്നാം പ്രതി മുരുകൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഈ തട്ടിപ്പ് കേസ് നടന്നിട്ട് നമ്മൾ ആദ്യ അന്വേഷണം നടത്തിയതിൽ നിന്ന് മൂന്നാം പ്രതിയെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇങ്ങനെ മൂന്നാമത്തെ പ്രതിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഈ രണ്ടാം പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഒന്നാം പ്രതിയുടെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പ്രതിയെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയയും ശരിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മൂന്നാം പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലും പല സ്ഥലങ്ങളിലുള്ള വീഡിയോയും മറ്റുമൊക്കെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാം പ്രതിയുടെ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് നമ്മളൊരു 4 അംഗ സംഘത്തെ തമിഴ്നാട്ടിൽ അന്വേഷണത്തിൽ അയച്ചിരുന്നു. SI ജോർജ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ടീം പോയി ഒരു 2 ദിവസത്തോളം തമിഴ്നാട്ടിൽ തങ്ങി വളരെ നല്ല രീതിയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റിയത്. ഇനി ഒരാളെയും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അയാളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇവർക്ക് നിയമസഹായം ലഭിക്കുന്നതിന് സ്ഥിരം വക്കീൽമാരെ നിയമിച്ചിട്ടുണ്ട്. അയ്യനാരും മുരുകനും ചേർന്നാണ് പണം തട്ടിയത്. സിറാജുദ്ദീൻ ഇവരെ രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ സഹായിച്ച കാർ തിരുവനന്തപുരം സ്വദേശിയുടേതാണ്. റെന്റേ കാർ വ്യവസ്ഥയിൽ എടുത്തതാണ് കാർ എറണാകുളത്ത് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. അയ്യനാരുടെ ഫോൺ നമ്പരും ഫോട്ടോയും ലഭ്യമല്ലായിരുന്നു. ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിലെ CCTV ക്യാമറയിൽ നിന്നാണ് അയ്യനാരുടെ ചിത്രം ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 ദിവസം പോലീസ് തമിഴ്നാട്ടിൽ താമസിച്ചാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO സന്തോഷ് സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം ഇവർ പാലക്കാടും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. ക്യാൻസർ എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി. ആരോഗ്യവകുപ്പിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ മെഗാ സ്ക്രീനിംഗ് ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം പരിപാടി കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പരിപാടിയുടെ ഭാഗമായി കളക്ടറേറ്റിലെ വനിതാ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനയും നടത്തി. രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാൽ 100% ഭേദമാക്കാൻ സാധിക്കുന്ന രോഗമാണിത്. അതിന് കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയമാവുകയാണ് വേണ്ടത്. വൈകി രോഗം കണ്ടുപിടിക്കുമ്പോഴാണ് വിഷയം ഗുരുതരമാകുന്നത്. ജീവിതശൈലി രോഗം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും അതിനാൽ പ്രോസസ്ഡ് ഫുഡ് പരമാവധി ഒഴിവാക്കി കൃത്യമായ വ്യായാമം ഉറപ്പാക്കണം. ക്യാൻസർ എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി പറഞ്ഞു. നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതലും കോംപ്ലിക്കേഷൻസും ഇഷ്യൂസ് വരുമ്പോഴുണ്ട്. സോ നമുക്ക് ഇത് റെഗുലറായിട്ടുള്ള സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുമായിട്ടുള്ള ബുദ്ധിമുട്ടിനല്ലാതെ നമുക്ക് ക്യാൻസർ മുക്തമായിട്ട് പുറത്തു വരാൻ സാധിക്കും. പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ് അധ്യക്ഷനായിരുന്നു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ EK ഖയസ് വിഷയാവതരണം നടത്തി. സ്ത്രീകളിലെ ക്യാൻസർ, സ്ഥാനാർബുദം, ഗർഭാശയ അർബുദം തുടങ്ങിയവയെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക, ക്യാൻസർ സംബന്ധമായ മിഥ്യാധാരണ, ഭീതി എന്നിവ അകറ്റുക, ക്യാൻസർ ബാധിതരോട് സമൂഹത്തിനുള്ള സഹാനുഭൂതി വർദ്ധിപ്പിക്കുക, സന്നദ്ധ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുക, അർബുദത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുക, ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. പരിപാടിയുടെ ഭാഗമായി കളക്ടറേറ്റിലെ വനിതാ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനയും നടത്തി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ CB ജോർജ്, ജില്ലാ ആർദ്രം ഓഫീസർ K വിപിൻ കുമാർ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആശിഷ് മോഹൻകുമാർ, ജില്ലാ ആസ്ഥാനത്തുള്ള സ്ഥാപനങ്ങൾ, വകുപ്പുകൾ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഭൂനിയമ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ. കട്ടപ്പന ടൗൺഷിപ്പിൽ ഉൾപ്പെടെ പട്ടയം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ ഇതോടെ മാറും. പതിറ്റാണ്ടുകളായി ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഗവൺമെന്റ്
60 ഭൂനിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ നിയമം വന്നു കഴിഞ്ഞു. നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കുകയും ഗവർണർ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചട്ടരൂപീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായിട്ടുള്ള ചട്ടം പ്രഖ്യാപിക്കാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രാരംഭ ചർച്ചകളും അനുബന്ധ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ മാർച്ച് മാസത്തിൽ തന്നെ ഭൂനിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടം ഗവൺമെന്റ് പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അങ്ങനെ ഭൂനിയമവും ഭൂനിയമത്തിനോടനുബന്ധിച്ചുള്ള ചട്ടവും നിലവിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നം 90% എന്നല്ല 100% പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, കട്ടപ്പന ഷോപ്പ് സൈറ്റ് പട്ടയത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. വലിയ തടസ്സമുണ്ടാകാതെ തന്നെ ആ ഉത്തരവ് അടുത്ത നാളിൽ തന്നെ ഇറങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം 2 പേർ ആനയിറങ്ങൽ ജലാശയത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും പൊതുപ്രവർത്തകരും രംഗത്ത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യമാണ് സംശയത്തിനിടയാക്കിയത്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇടുക്കി SP-ക്ക് പരാതി നൽകി. കഴിഞ്ഞ 17-ാം തീയതിയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചത്. മരിച്ച ഇവർക്കൊപ്പം സുഹൃത്തുക്കളായ 2 പേർ കൂടി ആനയിറങ്കൽ ജലാശയത്തിലെത്തിയിരുന്നു. എന്നാൽ സംഭവം നടക്കുമ്പോൾ തങ്ങൾ ഒപ്പമില്ലായിരുന്നുവെന്നും പൂപ്പാറയിൽ തിരികെ എത്തിച്ചതിനു ശേഷം മരിച്ച ഇരുവരും ബോഡിനായ്ക്കന്നൂരിലേക്ക് പോയി എന്നുമാണ് ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനുശേഷം ഇവർ മൊഴി തിരുത്തി. സംഭവം നടക്കുമ്പോൾ തങ്ങൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും ഭയന്നിട്ടാണ് ഇക്കാര്യം ആരോടും പറയാതിരുന്നതെന്നുമാണ് ഇരുവരും പിന്നീട് പോലീസിനോട് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ കുടുംബത്തിനും ബന്ധുക്കൾക്കും സംശയത്തിന് ഇടയാക്കിയത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നിട്ടും 2 പേർ കൺമുന്നിൽ അപകടത്തിൽപ്പെട്ടിട്ടും വിവരം പുറത്തറിയിക്കുവാനോ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുവാനോ ഇവർ തയ്യാറാകാത്തതിൽ ദുരൂഹതയുള്ളതായാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇടുക്കി SP-ക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരും മൊഴി മാറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴിയിലെ വൈരുദ്ധ്യം കാരണമാണ് ഇപ്പോൾ SP-ക്ക് നേരിട്ട് പരാതി കൊടുക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ഇന്ന് പോയി മോളക്കുടിയിലെ വീഴ്ചയുടെ പേരിൽ ഭാര്യയും മകളും നേരിട്ട് മൊഴി കൊടുക്കുകയും പരാതിപ്പെടുകയും അത് DSP-ക്ക് മൂന്നാർ DSP-ക്ക് അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്നതിന് ശേഷം തിരച്ചിലിലടക്കം ആരോപണ വിധേയരായ ഇരുവരും പങ്കെടുത്തിരുന്നു. ഇരുവരും പുഴയിൽ മുങ്ങിമരിച്ചുവെന്ന് അറിയാമായിരുന്നിട്ടും ഇത് മറച്ചുവെച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബവും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വാഴത്തോപ്പ് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ പരിപാടി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് വാഴത്തോപ്പ് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സന്ധ്യ ബിനോയ് അധ്യക്ഷയായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക് അവതരിക്കുന്നു. പക്ഷേ ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. മറുവശത്ത് യഥേഷ്ടം വലിയ തോതിലുള്ള ഭൂമി കൈയേറ്റവും അതോടൊപ്പം തന്നെ പാറ കടൽ ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കി അതിന്റെ പേരിൽ തനിച്ചു കൊടുത്തു വളരുന്ന ഒരു സ്ത്രീകളിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സാലി ബാബു, അൻസി തോമസ്, AP ഉസ്മാൻ, അനീഷ് ജോർജ്, ജോയി തോമസ്, MK പുരുഷോത്തമൻ, ജോയി വർഗീസ്, അനിൽ ആനിക്കനാട്ട്, ടിൻഡു സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP കേരളത്തിൽ നടത്തുന്ന മഹിളാ സാഹസ് യാത്രയുടെ ഭാഗമായാണ് മരിയാപുരം മണ്ഡലത്തിൽ സ്വീകരണമൊരുക്കിയത്. നാരകക്കാനം കട്ടിങ്ങിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള സന്ദേശം കേരളത്തിലെമ്പാടും എത്തിക്കുവാനും കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം
നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എമ്പാടും ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1400ഓളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്ന ഒരു ജാഥയാണിത്. മഹിളാ കോൺഗ്രസ് മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ടെസി ജോസഫ് അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ഭാരവാഹികളായ ലക്ഷ്മി ആർ, ജയലക്ഷ്മി ദത്തൻ, ഗീതാ ശ്രീകുമാർ, മരിയാപുരം മണ്ഡലം സെക്രട്ടറി ഷൈബി ജിജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ, AP ഉസ്മാൻ, നെയ്യാറ്റിൻകര സനൽ, MT അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. CPI ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം 7-ന് കട്ടപ്പനയിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 7-ാം തീയതി കട്ടപ്പന കല്ലറയ്ക്കൽ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് CPI ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2-ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ KK ശിവരാമൻ, ജോസ് ഫിലിപ്പ്, MY ഔസേബ്, ജയ മധു, VK ധനപാൽ, P പളനിവേൽ, പ്രിൻസ് മാത്യു, VR ശശി എന്നിവർ സംസാരിക്കും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞങ്ങളുടെ ലോക്കൽ സമ്മേളന കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മണ്ഡല സമ്മേളനങ്ങളാണ്. അത് മെയ് ജൂൺ മാസങ്ങളിൽ. ഇപ്പൊ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് 20 വർഷത്തിന് ശേഷം ജൂലൈ 18, 19, 20 തീയതികളിൽ കട്ടപ്പനയെ വെച്ച് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ നടക്കും. അപ്പൊ ജില്ലയിലെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാഗത സംഘത്തിന്റെ രൂപീകരണം നാളെ കഴിഞ്ഞ് 7-ാം തീയതി കട്ടപ്പന വെച്ചാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കല്ലറയ്ക്കൽ റെസിഡൻസിയിൽ വെച്ചാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം. 2 മണിക്കാണ് ഞങ്ങൾ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ പേര് വിവരങ്ങളെല്ലാം ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ജില്ലാ സമ്മേളനം ജൂലൈ 18, 19, 20 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും. 20 വർഷത്തിനു ശേഷമാണ് ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പന വേദിയാകുന്നത്. ജില്ലയിൽ 760 ബ്രാഞ്ച് കമ്മിറ്റികളും 92 ലോക്കൽ കമ്മിറ്റികളും 10 മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു. ജില്ലയിൽ 11,470 പേരാണ് പാർട്ടി അംഗങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, VK ധനപാൽ, VR ശശി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു. 5 ദിവസങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഒരുമയോടെ മാലിന്യമുക്ത മൂന്നാറിനായി കൈകോർക്കാമെന്ന സന്ദേശമാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. 4, 5, 6, 7, 10 തീയതികളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കും. ഒരുമയോടെ മാലിന്യമുക്ത മൂന്നാറിനായി കൈകോർക്കാമെന്ന സന്ദേശം പഞ്ചായത്ത് മുമ്പോട്ട് വയ്ക്കുന്നു. മെഗാ ക്ലീനപ്പ് ഡ്രൈവ് കൊണ്ട് സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഒരു മാലിന്യവും ഒരു പൊതുസ്ഥലങ്ങളിലും ഉണ്ടാകാതിരിക്കാനും വലിച്ചെറിയുന്നത് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് മാത്രമല്ല തുടർന്നും ഇത് മാലിന്യമുക്തമാക്കി നമ്മുടെ മൂന്നാറിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടെയാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോ ക്ലസ്റ്റർ തിരിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെ 16 ക്ലസ്റ്ററുകളായി തിരിച്ച് അതിനെ ഓരോ ഉപവിഭാഗങ്ങളായി തരംതിരിച്ച് അതിലേക്ക് ഓരോ ടീമിനെ ലീഡേഴ്സിന് നേതൃത്വം നൽകിക്കൊണ്ട് എവിടെയെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നതോ പൊതുനിരത്തുകളിൽ നിക്ഷേപിക്കുകയോ കണ്ടാൽ ശക്തമായ താക്കീതും ഒപ്പം തന്നെ ഫൈനും ഇമ്പോസ് ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കൊപ്പം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ സർക്കാർ വകുപ്പുകളും സന്നദ്ധ സേവന സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. പഞ്ചായത്തിനെ 16 ക്ലസ്റ്ററുകളായി തിരിച്ച് ഓരോ സംഘത്തെയും ഇവിടങ്ങളിൽ നിയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. മെഗാ ശുചീകരണത്തിന് ശേഷവും മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെയും കൃത്യമായി സംസ്കരിക്കാത്തവർക്കെതിരെയും കർശന നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ ഉത്തരവാദിത്തമെന്ന് ADK MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകാശ് വാർഡ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് നീലിവയലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് ന്യായീകരണമില്ലെന്നും MP പറഞ്ഞു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകാശ് വാർഡ് കമ്മിറ്റി ഓഫീസാണ് നീലിവയലിൽ ഉദ്ഘാടനം ചെയ്തത്. വാർഡ് പ്രസിഡന്റ് സന്തോഷ് ഓടക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ ഉത്തരവാദിത്തമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് ന്യായീകരണമില്ല. കാടിറങ്ങി വരുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമം വേണമെന്നും എം പി പറഞ്ഞു. വന്യജീവി പ്രശ്നം എന്താണ് സാഹചര്യം? ദേശീയ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരേപോലെ ഉത്തരവാദികളാണ്. സംസ്ഥാന ഗവൺമെന്റ് കുറച്ചുകൂടി ഈ കാര്യത്തിൽ അവധാനതയോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യത സംസ്ഥാന ഗവൺമെന്റാണ്. ഒരു മൃഗം കാട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ, അത് കൃഷി സ്ഥലത്ത് പ്രവേശിച്ചാൽ, കൃഷി നശിപ്പിച്ചാൽ, മനുഷ്യരാശിയുണ്ടാക്കിയാൽ ആ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇല്ലാത്ത പല ന്യായവാദങ്ങൾ നിരത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ആവാസം വരുത്തുന്ന മൃഗങ്ങളെ, അത് ആനയായാലും കടുവയായാലും പുലിയായാലും ഇനി മറ്റു മൃഗങ്ങളായാലും അവയെ വകവരുത്താൻ ഈ ഗവൺമെന്റുകൾ തയ്യാറായാൽ അവിടെ തീരും ഈ പ്രശ്നം. DCC ഭാരവാഹികളായി ജെയ്സൺ കെ ആന്റണി, ST അഗസ്റ്റിൻ, ജോസഫ് മണി, കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് PM ഫ്രാൻസിസ്, ബ്ലോക്ക് സെക്രട്ടറി ബിജു കാലാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ ചടങ്ങിൽ ആദരിച്ചു. ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ MP ഷാൾ അണിയിച്ച് ആദരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. എഴുകുമ്പയിൽ കുരിശുമല തീർത്ഥാടനം ആരംഭിച്ചു. 7-ാം തീയതി വെള്ളിയാഴ്ച മുതൽ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശുമല കയറ്റം നടക്കുമെന്ന് തീർത്ഥാടന ദേവാലയ അധികൃതർ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായ കിഴക്കിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമല തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ക്രിസ്തു ജയന്തിയുടെ 2025 ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തീർത്ഥാടനത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 9:30 എഴുകുംവയൽ കവലയിലുള്ള കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെ മലകയറ്റം ആരംഭിക്കും. മലമുകളിൽ 11 മണിക്കും വൈകുന്നേരം 5 മണിക്കും വിശുദ്ധ കുർബാനയും സന്ദേശവും നടക്കും. മലമുകളിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കുമുള്ള നേർച്ചക്കഞ്ഞികൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രമീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ, നോമ്പിലെ ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് കുരിശുമലയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതാണ്. ഇനി രാത്രി കാലങ്ങളിൽ തീർത്ഥാടകരായി എത്തുന്നവർക്ക് മലമുകളിൽ പ്രവേശിക്കുന്നതിനും കുരിശുമല കയറുന്നതിനുമൊക്കെയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും 40-ാം വെള്ളിയാഴ്ചയിലേക്കാണ് രൂപതയുടെ പൊതുവായിട്ടുള്ള തീർത്ഥാടനം ക്രമീകരിച്ചിട്ടുള്ളത്. അഭിയുന്ന പിതാവിന്റെ നേതൃത്വത്തിൽ രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തീർത്ഥാടകർ എത്തിച്ചേരും. 40-ാം വെള്ളിയാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയുമായിട്ട് വലിയ ഒരു തീർത്ഥാടക സമൂഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോമ്പിലെ വെള്ളി ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. നോമ്പിലെ ദിവസങ്ങളിൽ രാത്രിയിൽ മല കയറാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇക്കൊല്ലം നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുരിശുമലയിൽ കുമ്പസരിക്കാനുള്ള സൗകര്യം സജ്ജീകരിച്ചിട്ടുണ്ട്. കുരിശുമലയിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 11 40-ാം വെള്ളി ദിനത്തിൽ രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനൊപ്പം രൂപതയുടെ കുരിശുമല തീർത്ഥാടനം നടക്കും. ഏപ്രിൽ 18 ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 7 പരിഹാര പ്രദക്ഷിണം, 8:30 ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യകാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട്, എഴുകുംവയൽ പള്ളി വികാരി ഫാദർ തോമസ് വട്ടമല, കൈക്കാരന്മാരായ ജോയി കൊച്ചടിവാരം, തോമസ് ചെരുവിൽ, കുഞ്ഞു വേഴാമ്പത്തോട്ടം എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനും അക്രമത്തിനുമെതിരെ ജവഹർ ബാലമഞ്ച് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പള്ളിക്കവലയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. നോ ഡ്രഗ്സ് നോ ക്രൈം എന്ന സന്ദേശവുമായാണ് സിഗ്നേച്ചർ ക്യാമ്പ് നടത്തിയത്. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. യുവസമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി കേരളത്തിൽ സുലഭമായ കാലത്തിൽ ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം നിഷ്ക്രിയമായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നമ്മുടെ ഗവൺമെന്റ് വരുത്തുന്ന ഉദാസീനത, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന അലംഭാവം ഒക്കെയാണ് ഈ പുതിയ തലമുറയെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ യുവജനങ്ങളെ സംരക്ഷിക്കുന്നതിനോ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും ബൗദ്ധികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന യാതൊരുവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായ ആശയം മാത്രമല്ല, കഴിഞ്ഞ 8-9 വർഷക്കാലമായി ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ലഹരി കേസുകളുടെ വർധനവ് 200%-ലധികമാണ്.
ജവഹർ ബാൽമഞ്ച് ബ്ലോക്ക് പ്രസിഡന്റ് KS സജീവ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, പ്രശാന്ത് രാജു, KM മാത്യു, ജോസ് ആനക്കല്ലിൽ, ഷമേജ് K ജോർജ്, PS മേരിദാസൻ, KD രാധാകൃഷ്ണൻ, CM തങ്കച്ചൻ, ബിജു പൂന്നോലി, ഷിബു പുത്തൻപരിക്കൽ, ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി സ്കൂൾ കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കാളികളായി. പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ. ഇസ്രായേൽ മലയാളി കൂട്ടായ്മയായ ഇമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലുമിനാരി മാഗസിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തിനും നാടിനുമായി തന്റെ യൗവനം മാറ്റിവെച്ച് പ്രവാസിയായി മാറുന്ന മനുഷ്യർ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ ചെറുതല്ല. ഋതുക്കൾ മാറി മാറി വരുമ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് അവരുടെ സ്വർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കിയിരിക്കുകയാണ് ഇമൽസ് ഫോറം എന്ന് ചുരുക്കി വിളിക്കുന്ന ഇസ്രയേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോം. മാനസികോല്ലാസത്തിനും അവരുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനുമായി ഇസ്രയേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഡിജിറ്റൽ മാഗസിനാണ് ലുമിനാരി. ലുമിനാരിയുടെ ലോഗോ പ്രകാശനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി അംഗവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ മോബിൻ മോഹൻ ലോഗോ പ്രകാശനം ചെയ്തു. പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് മോബിൻ മോഹൻ പറഞ്ഞു. പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ കഥകളായും കവിതകളായും ലേഖനങ്ങളായുമൊക്കെ മലയാളത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മലയാളീസ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം എന്ന സംഘടന അവരുടെ ഈ മാഗസിൻ പുറത്തിറക്കുകയാണ്. ലുമിനാരി എന്നാണ് ആ ഈ മാഗസിൻ്റെ പേര്. തീർച്ചയായും ഒരു ചരിത്ര ഭൂമിക എന്നുള്ള നിലയിൽ, വർത്തമാനകാലത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ പേറുന്ന ഒരു ഭൂമിക എന്നുള്ള നിലയിൽ ഇസ്രായേലിലെ പ്രവാസികളുടെ കഥയും കവിതയും ലേഖനങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം ലുമിനാരിയെ സമ്പന്നമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലുമിനാരിയുടെ ലോഗോ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പ്രകാശനം ചെയ്യുന്നു. പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കഥകളായും കവിതകളായും ലേഖനങ്ങളായുമൊക്കെ മലയാളത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ലുമിനാരി തീർച്ചയായും ഒരു ചരിത്ര ഭൂമിക എന്ന നിലയിൽ ഇസ്രയേലിലെ പ്രവാസികളുടെ കഥയും കവിതകളും ലേഖനങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം സമ്പന്നമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രയേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം ജനറൽ കോർഡിനേറ്റർ റെജി CJ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ചീഫ് എഡിറ്റർ വിജിൽ ടോമി മുഖ്യപ്രഭാഷണം നടത്തി. എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ സൽജി ടിത്തോപ്പ്, മിനി പുളിക്കൽ, ഷിബു കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ മാഗസിൻ പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കുടിവെള്ള പൈപ്പ് തകരാറിലായി കുടിവെള്ള വിതരണം നിലച്ച ഇരട്ടയാർ പള്ളിക്കാനം ഭാഗത്ത് തകർന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. പൈപ്പ് പൊട്ടിയതോടെ കഴിഞ്ഞ 15 ദിവസമായി മേഖലയിൽ കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. ഇരട്ടയാർ പള്ളിക്കാനം തമ്പാൻ സിറ്റി റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അടുത്ത നാളിൽ റീബിൽഡ് കേരള ഫണ്ടിൽ നിർമ്മിച്ച റോഡിന്റെ ഒരു വശത്തുകൂടിയാണ് പൈപ്പ് കടന്നുപോയിരുന്നത്. ഈ ഭാഗം കുഴിക്കണമെങ്കിൽ ബന്ധപ്പെട്ടവരുടെ അനുമതി ലഭിക്കണം. ഇത് ലഭിക്കാനുണ്ടായ കാലതാമസമാണ് അറ്റകുറ്റപ്പണികൾ വൈകാൻ കാരണം. കോട്ടയത്തിലെ റീബിൽഡ് കേരള ഓഫീസുമായി ബന്ധപ്പെട്ട് പെർമിഷൻ മേടിച്ച് ഇന്ന് അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി അത് പൂർത്തീകരിച്ച് കൊച്ചി കാമാക്ഷി പള്ളിക്കാനം സ്ഥലത്ത് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും. ഇത് നിരവധിയായ നാട്ടുകാരെ വിളിച്ചറിയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അനാവശ്യമായി മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ വസ്തുത മനസ്സിലാക്കി ഇതിൻ്റെ പെർമിഷൻ ലഭിക്കാതെ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലായിരുന്നു. അത് പഞ്ചായത്ത് വളരെ കഷ്ടപ്പെട്ട് ആണ് ഇത് ഇടപെട്ട് ഈ പെർമിഷൻ മേടിച്ചത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. എന്നാൽ ചില ആളുകൾ വിഷയത്തിൽ വസ്തുതാവിരുദ്ധമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെയും ലഹരി ഉപയോഗത്തിന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെയും കുട്ടികൾ ജാഗരൂകരായിരിക്കണമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രദിനാഘോഷവും ശാസ്ത്രവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെയും ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മുമ്പൊരു പക്ഷേ ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെക്കാൾ മുതിർന്ന തലമുറ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ കേവലം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മാത്രം നോക്കി മനസ്സിലാക്കി അധ്യാപകർ അതിനെ സംബന്ധിച്ച് ഉള്ള വിശദീകരണങ്ങൾ നൽകുന്നത് മാത്രം മനസ്സിലാക്കി കുറേയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കുറെ അധികം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടാതെ മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ തരത്തിൽ എന്താണ് കൃത്യമായ വിശദീകരണം എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിൽ അത് കണ്ട് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇന്നത്തെ അധ്യയന രീതി മുന്നോട്ട് പോകുന്നത്. ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സജി കെ ജോസ് ശാസ്ത്ര പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി കെ എൻ മോഹൻദാസ്, ട്രഷറർ സ്റ്റീഫൻ ജോർജ്, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കൃപ CMC, ടോമി ഫിലിപ്പ്, ഷീല ഷാജി, അർച്ചന ടി, ബെന്നി, PTA പ്രസിഡന്റ് ബിജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് ശാസ്ത്ര ക്വിസ് മത്സരം നടത്തി. ശാസ്ത്ര പാർക്കിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. നാഷണൽ ഇൻസ്പയർ അവാർഡ് ജേതാവ് അർച്ചന ടി, ബെന്നി ഉൾപ്പെടെ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ചുരുളി SNUP സ്കൂളിൽ എഡ്യൂഫെസ്റ്റ് 2K25 എന്ന പേരിൽ സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചുരുളി SNUP സ്കൂളിന്റെ 46ാമത് വാർഷിക ആഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും 36 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന VS പ്രകാശിനുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത്. PTA പ്രസിഡന്റ് PG മണിക്കുട്ടൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന വാർഷിക ആഘോഷ പരിപാടികൾ SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ ബഹുഭൂരിപക്ഷവും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ ആസ്വദിച്ച നല്ല അനുഭവങ്ങൾ വീണ്ടും അവരുടെ മക്കളെ ഈ സ്കൂളിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. SSLCക്ക് റാങ്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ ശ്രീദേവി റാങ്കുകാരിയായിരുന്നു ഓർക്കുന്നുണ്ടാകും. സ്പോർട്സിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുള്ള അഭ്യുന്നതി തീർച്ചയായും ചെറുപ്രായത്തിൽ അവരുടെ മനസ്സിൽ പതിഞ്ഞ നന്മയും അനുഭവങ്ങളും അറിവും അതെല്ലാം ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെയ്മി MD വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് MM മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന VS പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ധന്യ മോഹനൻ, ശാഖാ പ്രസിഡന്റ് കലേഷ് രാജു, സെക്രട്ടറി MN ഷൺമുഖദാസ്, യൂണിയൻ കൗൺസിലർ മനീഷ് കുടിക്കയത്ത്, അനിത് ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിന്റെ 42ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിന്റെ 42ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. രാവിലെ 9-ന് പതാക ഉയർത്തലോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലും ഉന്നതമായ നിലവാരത്തിൽ മികച്ച പാഠ്യേതര ബിരുദങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാ സ്കൂളുകളെയും വെച്ച് നോക്കുമ്പോൾ വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് സ്കൂള് മികച്ച തലത്തിൽ തന്നെ ഏറ്റവും മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരവും നാളെയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിലപ്പെടുന്നതുമാണ്. നാളെയുടെ വാഗ്ദാനങ്ങളെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് ഏറെ കാലതായ മാറ്റങ്ങൾ വരുത്തപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലും അതിനനുസരിച്ച് മികച്ച പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും മികവിൻ്റെ ഒരു കേന്ദ്രമാക്കി നമ്മുടെ ഈ വിദ്യാലയത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. എല്ലാ ഇടങ്ങളിലും വെച്ച് ഏറ്റവും മാതൃകയാവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. അങ്ങനെ വരുമ്പോൾ
സ്കൂളിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കും പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയ ഏറ്റവും പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്കൂൾ മാനേജ്മെന്റ്, അധ്യാപകരെ, രക്ഷകർത്താക്കളെ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. പരിപാടിയോടനുബന്ധിച്ച് ദീർഘനാളത്തെ സേവനത്തിന് ശേഷം അധ്യാപനത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ലൈസമ്മ ജോസഫിന് യാത്രയയപ്പ് നൽകി. കൂടാതെ പാഠ്യേതര രംഗത്ത് വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഫാദർ ജോർജ് തകടിയൽ, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കട്ടപ്പന എഇഒ യശോധരൻ കെ, സ്റ്റാഫ് സെക്രട്ടറി റാണി മാത്യു, സ്കൂൾ ഹെഡ്മാസ്റ്റർ സൈജുമോൻ ജോസഫ്, കൗൺസിലർ ബീന സിബി, മുൻ ഹെഡ്മാസ്റ്റർ PM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ഷോർട്ട് ഫിലിം പ്രദർശനവും വിവിധ കലാപരിപാടികളും നടന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 53 വർഷമായി പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം ഏറെ പുതുമകളോടെയാണ് സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹനനെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. ഇതോടൊപ്പം സ്കൂളിന്റെ വികസന കാര്യങ്ങളിൽ ഒപ്പം നിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കും ആദരവ് നൽകി. യുവഗായകൻ അരുൺ അനിരുദ്ധനെയും ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർഷിക ആഘോഷവും ആ സ്കൂളിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കോട്ടവും നേട്ടത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകളാണ്. നേടിയ നേട്ടങ്ങളെ കുറിച്ച് സന്തോഷത്തോടുകൂടി വന്നുപോയ കോട്ടങ്ങളെ തിരുത്തിക്കൊണ്ട് അതിന് മനോഹരമായ ആ കോട്ടം നേട്ടമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനമാണ്, വിലയിരുത്തലുകളാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തിന് പുരോഗതി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു സന്ദർഭമാണ് ഈ വാർഷികാഘോഷം എന്ന് പറയുന്നത്. PTA സെക്രട്ടറി ദീപ PV സ്കൂളിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്ട്രസ് റാണി തോമസ്, മോബിൻ മോഹൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, സോണിയ ജെറി, ബി ബിനു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. നിറക്കൂട്ട് 2025 എന്ന പേരിലായിരുന്നു കലോത്സവം നടന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് കലോത്സവം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സർഗശേഷികൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ വെച്ചായിരുന്നു കലോത്സവം. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കിയത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് കലോത്സവം ഫ്ളാഗ് ഓഫ് ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷി കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ 5 പഞ്ചായത്തുകളിലെയും ജയിച്ചു വന്ന കുട്ടികളാണ് ഇന്നിവിടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയാണ്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികൾക്കായിരുന്നു കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുക്കിയിരുന്നത്. പഞ്ചായത്ത് തല വിജയികളായവരാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മാറ്റുരച്ചത്. പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണമൂർത്തി, മിനി ലാലു, മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
CST സഭ വൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാൻജോ വോളിബോൾ ടൂർണമെന്റ് മാർച്ച് 6 മുതൽ 8 വരെ രാജാക്കാട് മുല്ലക്കാനം സാൻജോ കോളേജ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് 3 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും വൈകിട്ട് പ്രാദേശിക ടീമുകളുടെ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുക. ഒന്നാം സമ്മാനമായി 30,001 രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും, രണ്ടാം സമ്മാനമായി 25,001 രൂപ ക്യാഷ് അവാർഡും സാൻജോ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. ആർസൺ അമേരിക്ക, BCC സിറ്റി ക്ലബ് ബൈസൺ വാലി, 20 ഏക്കർ വോളി ക്ലബ്, തൊടുപുഴ സിക്സസ്, ഇടുക്കി സ്ട്രൈക്കേഴ്സ് പണിക്കൻകുടി, നവജീവൻ ചേറ്റുകുഴി, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ് കട്ടപ്പന, ലിസ കോളേജ് കോഴിക്കോട് എന്നിവർ സ്പോൺസർ ചെയ്യുന്ന ടീമുകളാണ് മത്സരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് പ്രമുഖ ടീമുകളുടെ മത്സരങ്ങളുടെ ഫസ്റ്റ് പ്രൈസ് ഫാദർ എബിൻ കുഴിമുള്ളി മെമ്മോറിയൽ CST എവർ റോളിംഗ് ട്രോഫിയും അതോടൊപ്പം തന്നെ 30,001 രൂപയുമാണ്. സെക്കൻഡ് പ്രൈസ് സാൻജോ കോളേജ് നൽകുന്ന എവർ റോളിംഗ് ട്രോഫിയും അതോടൊപ്പം തന്നെ 25,001 രൂപയുമാണ് കൊടുക്കുക. പ്രാദേശിക മത്സരങ്ങളുടെ വിജയികൾക്ക് ഫസ്റ്റ് പ്രൈസ് 10,001 രൂപയും സെക്കൻഡ് പ്രൈസ് 5,001 രൂപയുമാണ്. 6 തീയതി വൈകിട്ട് 6 മണിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡീൻ കുര്യാക്കോസ് MP, MM മണി MLA, രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ V വിനോദ് കുമാർ, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, ബൈസൺ വാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ, ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ജോർജ് ചേപ്പില തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന ദിനത്തിൽ കേരളത്തിന്റെ ബഹുമാന്യ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീമാൻ റോഷി അഗസ്റ്റിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മണിയാശാൻ ഉണ്ട്. CI രാജാക്കാട് CI വിനോദ് സാറുണ്ട്. അതോടൊപ്പം രാജാക്കാട് പ്രസിഡന്റ് ശ്രീമതി നിഷയുണ്ട്. ബൈസംബാലി പ്രസിഡന്റ് റോയിച്ചൻ ജോർജും ഉണ്ട്. അതോടൊപ്പം തന്നെ ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ സോഷ്യൽ കൗൺസിലറായ ബഹുമാനപ്പെട്ട ജോർജ് ജയ്പലേച്ചനും ഈ ഉദ്ഘാടന ദിനത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം സമാപന സമ്മേളനം ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ജിജോ ഇണ്ടിപ്പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്യുക. 8 തീയതി ഫൈനലിന് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, കൺവീനർ പോസ് തകടിയേൽ, കോർഡിനേറ്റർ സിബി പൊട്ടംപ്ലാക്കൽ, കോളേജ് ചെയർമാൻ ലിൻസോ ജോണി തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഴയ വിടുതിയിൽ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തത്. പഞ്ചായത്തിലെ 197 ക്ഷീര കർഷകർക്കാണ് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 19 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 6.5 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പഴയവിടുതി ആപ്കോസ് പ്രസിഡന്റ് പ്രിൻസ് തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉൽപാദന മേഖലയിൽ 3 പദ്ധതികളാണ് പ്രധാനമായും എടുത്തിട്ടുള്ളത്. ഒന്ന്, ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിയോട് കൂടി കൊടുക്കുക. 2, SHGകൾക്ക് സബ്സിഡി. അതുപോലെ തന്നെ വ്യവസായ മേഖലയായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സബ്സിഡി. ഈ 3 പദ്ധതികളാണ് പ്രധാനമായും ഉൽപാദന മേഖലയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം നടപ്പാക്കുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പഴയവിടുതി ആപ്കോസ് സെക്രട്ടറി അനൂപ് S നായർ, ബോർഡ് മെമ്പർ സാജു പഴപ്ലാക്കൽ, ജോയി തമ്പുഴ, NRCT ആപ്കോസ് പ്രസിഡന്റ് KR സജിമോൻ, സെക്രട്ടറി PB ആതിര, മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരായ അഭിലാഷ് വിജയൻ, PP സലീന തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യുവജനതയെ കൂടുതലായി കായിക രംഗത്തേക്ക് ആകർഷിക്കാനും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്ക് കൂടുതൽ പിന്തുണ നൽകാനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണം സംഘടിപ്പിച്ചത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രേഖ രാധാകൃഷ്ണൻ, രാജു, മനീഷ് നാരായണൻ, സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ കിറ്റുകൾ സ്വീകരിക്കാൻ എത്തിയിരുന്നു. വിവിധ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട കായിക ഉപകരണങ്ങളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്തത്. ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ
ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവവും കുംഭാഭിഷേകവും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഭിജിത്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത്. പൊതുജനങ്ങളുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഭിജിത്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങളും അഷ്ടബന്ധന മഹാകുംഭാഭിഷേകവും നടന്നത്. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചായിരുന്നു കുംഭാഭിഷേകം. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും വിവിധ ആചാര അനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളും നടന്നു. കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമതഭേദമന്യേ നിരവധി ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ എത്തി. അയ്യപ്പ സേവാ സംഘം, കറുപ്പുസ്വാമി ക്ഷേത്ര കമ്മിറ്റി, ഓം ശക്തി ക്ഷേത്ര കമ്മിറ്റി, ശ്രീമുരുകൻ ക്ഷേത്ര കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടന്നത്. വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ സോമയാജിപ്പാട്, മേൽശാന്തി അജിത്ത് തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിരയും കൈകൊട്ടിക്കളിയും വിവേകാനന്ദൻ അരവിന്ദാക്ഷൻ അവതരിപ്പിച്ച ഓടക്കുഴൽ കച്ചേരിയും നടന്നു. ഏഴാം തീയതി വൈകിട്ട് നൃത്തസന്ധ്യ, 8-ാം തീയതി വൈകിട്ട് 7-ന് നടക്കുന്ന അയ്യപ്പചരിതം, മോഹിനിയാട്ടം, തിരുവിതാംകൂർ രാജകുടുംബം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം ചെയ്യും. രാത്രി 10-15-ന് പള്ളിവേട്ട നടക്കും. ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ട്. സമാപന ദിവസമായ 9-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30-ന് കൊടിയിറക്ക്, തുടർന്ന് ആറാട്ടെഴുന്നള്ളത്ത്, ആറാട്ടുബലി എന്നിവയ്ക്ക് ശേഷം മുളപ്പാരി ഘോഷയാത്ര ആരംഭിക്കും. ഇതോടനുബന്ധിച്ച് 101 കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളമുണ്ടായിരിക്കും. തുടർന്ന് ഏലക്കാപ്പറ, നാണയപ്പറ സമർപ്പണം എന്നീ വഴിപാടുകളും നടക്കും. നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ സമാപന ദിവസം രാവിലെ പള്ളിയുണർത്തൽ, നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പന്തിപൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രസാദമൂട്ട്, വൈകിട്ട് 5-ന് നട തുറക്കൽ, തുടർന്ന് കൊടിമരച്ചുവട്ടിൽ പറയെടുക്കൽ എന്നിവ നടന്നു. 6 മണിക്ക് കാൽവരിമൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നിന്ന് താലപ്പൊലി, തെയ്യം, രഥം, വാദ്യമേളങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു. വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രത്തിൽ വിശേഷാൽ ദീപാരാധനയും, 8-ന് ദീപപ്രപഞ്ചവും, 8:15-ന് അന്നപൂർണേശ്വരി ദേവിക്ക് പൂമൂടലും മഹാകാണിക്ക് സമർപ്പണവും നടന്നു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് തിരുവുത്സവ സന്ദേശം നൽകി. തുടർന്ന് കൊടിയിറക്ക്, മംഗളപൂജ, മഹാപ്രസാദമൂട്ട്, വടക്കുപുറത്ത് വലിയ ഗുരുതി, രാത്രി 9 മണിക്ക് ചെറുതോണി നാട്ടരങ്ങ് അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി സുരേഷ് ബാബു, നാദശർമ്മ ശാന്തികൾ, സോജു ശാന്തികൾ, പ്രതീഷ് ശാന്തികൾ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് ബാബു തേവർഘാട്ടിൽ, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട, സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത, യൂണിയൻ കൗൺസിലർ മനീഷ് കുടിക്കയത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ടാലന്റ് ഇന്റർനാഷണൽ അക്കാദമിയുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് മാർച്ച് 30 മുതൽ ആരംഭിക്കും. കട്ടപ്പന അവസാനം സ്കൂളിൽ വെച്ചാണ് ക്ലാസുകൾ നടക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9544600007 അല്ലെങ്കിൽ 9544600224 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണിച്ചെപ്പ് അയ്യപ്പൻകോവിൽ 6 ഏക്കർ ശ്രീ ദുർഗാദേവി ശാസ്താക്ഷേത്രത്തിൽ ദർശനത്തിനായി തുറന്നു നൽകി. 200 വർഷത്തിലേറെ പഴക്കമുള്ള മണിച്ചെപ്പ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തുറന്നു നൽകുന്നത്. ഊരാളി സമുദായത്തിൽ തലമുറകളായി കൈമാറി വരുന്ന ഒന്നാണ് മണിച്ചെപ്പ് അഥവാ എലുപ്പം പെട്ടി. പണ്ടുകാലങ്ങളിൽ പ്രത്യേക മന്ത്രങ്ങൾ പഠിച്ച കുടുംബത്തിലെ മൂത്ത കാരണവർ രോഗമുക്തിക്കായും വിളവെടുപ്പ് ഉത്സവത്തിനുമായാണ് മണിച്ചെപ്പ് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഈറ്റപ്പുരകളിലാണ് മണിച്ചെപ്പ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ മണിച്ചെപ്പിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. കേരളത്തിൽ അയ്യപ്പൻകോവിൽ 6 ഏക്കർ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാത്രമാണ് മണിച്ചെപ്പുള്ളത്. ക്ഷേത്രത്തിലെ ഗുളികന്റെ ശ്രീകോവിലിനുള്ളിലാണ് മണിച്ചെപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഊരാളി സമുദായത്തിൽപ്പെട്ട മൂത്ത കാരണവർ ഒരാഴ്ച നോമ്പെടുത്ത ഗുളികന് വറപ്പൊടി നിവേദ്യം അർപ്പിച്ച ശേഷം മണിച്ചെപ്പെടുത്ത 4 ദിക്കുകളിലേക്കും തിരിഞ്ഞ് കിലുക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും വലയം വെച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അവസരം നൽകും. 6 ഏക്കർ ക്ഷേത്രത്തിലെ മണിച്ചെപ്പ് എടുക്കാനുള്ള അവകാശം ക്ഷേത്രം വെളിച്ചപ്പാട് കുഞ്ഞിരാമനാണ്. കാരണവന്മാർ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഈ ചെപ്പാണ്, മന്ത്രവാസം എന്നാണ് അവർ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് കൈകാര്യമായിട്ട് ഇങ്ങനെ പൂർവികമായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്തിങ്ങനെ പോയിരിക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് കാരണവന്മാരുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാർക്കും പഠിക്കാൻ പറ്റില്ല. ഇതിന് മന്ത്രങ്ങൾ പഠിക്കാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ഇത് സ്വയമേ പഠിക്കുന്ന, അല്ലാതെ നമ്മളൊരാൾ എഴുതി കൊടുത്ത് പഠിപ്പിക്കുന്നതല്ല. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കേ ഉള്ളൂ. അങ്ങനെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ആദ്യം ഈറ്റ വെട്ടി അതിൻ്റെ വേളയെടുത്ത് അത് ആദ്യം നെയ്യും. അതിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നതാണ് ഇത്. അത് ചൂരലിൻ്റെ വള്ളി കീറി കോർക്കും അതിൻ്റെ പുറത്തുകൂടെ. അങ്ങനെയാണ് ഇതിങ്ങനെ ചുറ്റും ഇതിങ്ങനെയുള്ള ഇങ്ങനെ. പിന്നെ ഈ സൈഡിൽ കൂടെയുള്ള ഇതിൻ്റെ അടിയിൽ കൂടെ ചൂരൽ വടി കൊണ്ട് പ്രത്യേകം ചീകിമെടഞ്ഞാണ് മണിച്ചെപ്പ് അഥവാ എലുപ്പം പെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രത്യേകതരം ദ്വാരവും ഉള്ളിൽ അറകളുമുള്ള പെട്ടിക്കുള്ളിൽ സ്വർണ്ണ നാണയങ്ങളും പഞ്ചലോഹ നാണയങ്ങളുമാണ് നിറച്ചിരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ്മോർ ട്രേഡിംഗ് കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട 201, വിൽപ്പനയ്ക്ക് വന്നത് 56,490, വിൽപ്പന നടന്നത് 56,205, കൂടിയ വില 3,196, ശരാശരി വില 2,851. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,750, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 470, ഗ്രാമ്പു 880, കൊക്കോ 180, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 865 രൂപ, വെള്ളി 106. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ഏലച്ചെടികൾക്ക് തണലൊരുക്കൽ തുടങ്ങി. മുൻ വർഷത്തെ കൊടും വരൾച്ചയേൽപ്പിച്ച കൃഷിനാശവും ഇതേ തുടർന്നുണ്ടായ വൻ സാമ്പത്തിക നഷ്ടവും ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പ്രതിരോധമൊരുക്കി കർഷകർ. ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ പച്ചനെറ്റുകൾ വിരിച്ചു തുടങ്ങി.
ലോഡ്ജ് മുറിയിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ 2 പേരെ കുമളി പോലീസ് പിടികൂടി. അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശികളായ പ്രജിത്ത്, കാർത്തിക് എന്നിവർ. കേസിനാസ്പദമായ സംഭവം നടന്നത് ഫെബ്രുവരി 11-ാം തീയതി. യന്ത്രസഹായത്താൽ നോട്ട് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വാഴത്തോപ്പിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2ാം പ്രതിയെയും തട്ടിപ്പിന് ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് വിരുദനഗർ മല്ലിയുള്ളൂർപ്പെട്ടി അയ്യനാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്നും. ആരോഗ്യവകുപ്പിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ മെഗാ സ്ക്രീനിംഗ് ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം പരിപാടിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. ക്യാൻസർ എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ. പരിപാടിയുടെ ഭാഗമായി കളക്ടറേറ്റിലെ വനിതാ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസും ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനയും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.